സ്നേഹ അവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ എക്സാമിന് ഗ്രാമർ വരുമോ? അതും കാണാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക അല്ലെ. എക്സാമിന് ഗ്രാമർ വരും. അതായത് 7ാം ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിന്, പബ്ലിക് എക്സാം ആവട്ടെ, ഏതും എക്സാം ആവട്ടെ, നിങ്ങൾക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അപ്പൊ കുറച്ച് ഗ്രാമറേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സെറ്റാക്കി മാറ്റാം കേട്ടോ. അപ്പൊ ഒന്നുമില്ല, മക്കൾ ആലോചിക്കേണ്ട കാര്യം മേന്റെ കൂടെ ഹും ഇടണം, തുമ്മിന്റെ കൂടെ ഹോ ഇടണം. ഇത്ര മാത്രം പഠിച്ചാൽ മതി. അതായത് പ്രസന്റ് ടെൻസിൽ മക്കൾ ആലോചിക്കണം എന്താണ് പ്രസന്റ് ടെൻസിൽ, അതായത് വർത്തമാനകാലം അല്ലെ, പ്രസന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രസന്റ് ടെൻസിൽ. നമ്മൾ ഒരു സെന്റൻസ് മേ വെച്ചിട്ടോ അല്ലെങ്കിൽ തുമ്മ് വെച്ചിട്ടോ തുടങ്ങുകയാണെങ്കിൽ അവ അവസാനിക്കുന്നത് ഹും ഹോ വെച്ചിട്ടായിരിക്കും. ഒന്നുകൂടി പറയാം, എന്താണ് നമ്മൾ ഈ വർത്തമാനകാലത്തിൽ ഇപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഒരു സെന്റൻസ് മേ വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് എപ്പോഴും ഹുമ്മ് വെച്ചിട്ടായിരിക്കും, ഹേ വെച്ചിട്ടായിരിക്കില്ല. ഹുമ്മ് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി തുമ്മ വെച്ചിട്ടാണെങ്കിലോ തുടങ്ങുന്നത്, എപ്പോഴും നമ്മൾ ഹോ തന്നെ ചേർത്ത് കൊടുക്കണം. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി സിമ്പിൾ ആക്കി തരാം കേട്ടോ. നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിക്കാൻ പോവാണ്. നോക്കിക്കേ, മേ സ്നേഹാഹും. മേന്റെ കൂടെ എപ്പോഴും ഹുമ്മാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. മേ സ്നേഹാഹും എന്താണ്? ഐ ആം സ്നേഹ അല്ലെ. ഐ ആം സ്നേഹ, ഞാൻ സ്നേഹയാണ്. മേ സുന്ദർഹും. മേ സുന്ദർഹും എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആണ് അല്ലെ. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മേ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്നുള്ള അർത്ഥമാണ്. മേ സുന്ദർഹും, ഞാൻ സുന്ദരിയാണ്. മേ ഐ ആം ബ്യൂട്ടിഫുൾ അല്ലെ. എന്താണ്? ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ പറയാണ്. ഇതെന്താണ്? സാധാരണ ഒരു സെന്റൻസ് ആണ്. അപ്പൊ മക്കൾ എന്താ ആലോചിക്കേണ്ടത്? മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം എപ്പോഴും ഹും ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കാം. പക്ഷെ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സെന്റൻസിൽ വെർബ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മാറ്റം ഉണ്ടാവും കേട്ടോ. അതിന് നോക്കിക്കോളെ, ശ്രദ്ധിച്ച് കേട്ടോളെ. വെർബ് വരികയാണ് അല്ലെങ്കിൽ ക്രിയ വരികയാണ് നമ്മുടെ സെന്റൻസിലെങ്കിൽ, ഈ ഒരു സെന്റൻസ് മക്കൾ ശ്രദ്ധിച്ചേ, ഇതിൽ എന്തെങ്കിലും ക്രിയ ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുകയാണ്, ഓടുകയാണ്, കളിക്കുകയാണ്. ഇതാണ് വെർബ് പ്രവൃത്തി എന്ന് പറയുന്നത് അല്ലെ. എന്തെങ്കിലും പ്രവൃത്തി ഇവിടെ ഉണ്ടോ? ഇല്ല. മേ സ്നേഹാഹും, ഞാൻ സ്നേഹയാണ് എന്ന് പറയുന്നതിൽ പ്രവൃത്തികളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഈ സെന്റൻസിൽ ക്രിയ വരികയാണ്, വെർബ് വരികയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. മക്കൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. മേ സ്കൂൾ ജാ രഹാഹും അല്ലെ. ഇതിൽ മേ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റ് ആണ്. ഈ ജാ രഹാഹും എന്ന് പറയുന്നത് എന്താണ്? വേർബ് ആണ് അല്ലെ. പോകുകയാണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രവൃത്തിയാണ്, ഒരു വേർബ് ആണ് അല്ലെ. അപ്പൊ ഈ സെന്റൻസിൽ നമ്മൾ മേ വെച്ച് തുടങ്ങുന്ന സെന്റൻസിൽ വേർബ് വരികയാണെങ്കിൽ, ക്രിയ വരികയാണെങ്കിൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ നിയമമാണ്. നമ്മുടെ ഹിന്ദിയിലുണ്ടല്ലോ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറച്ച് എന്താണ് നിയമങ്ങൾ വേറെ വേറെയാണ് പറയാ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ നോക്കിക്കേ. ഇത് ഞാൻ സ്കൂളിൽ പോവുകയാണ് എന്ന് പറയുന്നത് ഒരു ബോയ് ആണെങ്കിൽ, ശ്രദ്ധിച്ച് കേട്ടോളെ, ഒരു ബോയ് ആണ് ഇത് പറയുന്നതെങ്കിൽ മേ സ്കൂൾ ജാ രഹാഹും എന്നായിരിക്കും. എന്താണ്? മേ സ്കൂൾ ജാ രഹാഹും എന്നാണ്. അപ്പൊ നോക്കിക്കോളാ, ജാ രഹ എന്നുള്ള ആ ഒരു ശബ്ദമാണ് നമ്മൾ അവസാനം പ്രയോഗിക്കേണ്ടത്. അതായത് വേർബിന്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? എന്ന് പറയുന്ന ചിഹ്നം പ്ലസ് ഹും ഇട്ട് കൊടുക്കണം എന്നുള്ളത് മക്കൾ ആലോചിക്കുക. അത് മനസ്സിൽ ആലോചിച്ചോളാം. ഇനി ഞാൻ സ്കൂളിൽ പോവുക എന്നുള്ളത് ഒരു ഗേൾ ആണ് പറയുന്നത്. ഒരു ഗേൾ ആണ് പറയുന്നത് വെച്ചാൽ നോക്കിക്കേ, മേ സ്കൂൾ ജാ രഹീഹും എന്നായി. എന്തായി മാറി? രഹീഹും എന്നായിട്ട് മാറി. രഹീഹും അല്ലെ. രഹീഹും നോക്കിക്കേ, നമ്മൾ എന്തിട്ട് കൊടുത്തു? വള്ളി ഇട്ട് കൊടുത്തു പ്ലസ് ഹും ഇട്ട് കൊടുത്തു അല്ലെ. രഹീഹും എന്നായി മാറി. പെൺകുട്ടികൾക്ക് വള്ളി ഇട്ട് കൊടുക്കുക, ആൺകുട്ടികൾക്ക് ഇട്ട് കൊടുക്കുക. ഇത്ര മാത്രം മക്കൾ ആലോചിക്കുക. എന്താണ്? മേ വെച്ചിട്ട് ഒരു സെന്റൻസ് പറയുന്നത് ഒരു ഗേൾ ആണെങ്കിൽ വള്ളി ഇട്ട് കൊടുക്കുക പ്ലസ് ഹും ഇട്ട് കൊടുക്കുക. ഇനി ആൺകുട്ടിയാണ് പറയുന്നത് വെച്ചാൽ മേന്റെ കൂടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? എന്ന് പറയുന്ന ചിഹ്നം പ്ലസ് ഹും ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് സെന്റൻസ് അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ നമുക്ക് കത്തിയ കാര്യം നമ്മൾ എഴുതാൻ പോവാണേ. എന്താണ് ഇതിൽ പഠിച്ചു വെക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മേ വെച്ചിട്ട് പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ, ഇത് ആൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇട്ട് കൊടുക്കും. എന്താണ്? പ്ലസ് ഹും ഇട്ട് കൊടുക്കും. യെസ് മിസ്, സെറ്റാണ്.
കത്തിയിട്ടുണ്ട്. ഇനി മേ പറയുന്നത് പെൺകുട്ടിയാണെങ്കിൽ സൈലത്തിലെ ഏറ്റവും നല്ല ചിത്രകാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്ത്? സ്നേഹാമസ് അല്ലേ? ഞാൻ വളരെ നല്ലൊരു ചിത്രകാരിയാണ് കേട്ടോ. അപ്പൊ എന്താണ്? പെൺകുട്ടിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണടാ? വള്ളി ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക. പ്ലസ് ഹുമ്മിട്ട് കൊടുക്കുക. ഹുമ്മിടാതെ വേറെ ഒരു കാര്യമില്ല. മേ എവിടൊക്കെ വന്നു അതിൻ്റെ കൂടെ ഹുമ്മ് നമ്മൾ കണ്ടിരിക്കണം. പ്രസന്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യമല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പറയാണ് മേ വെച്ച് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അവസാനം നമ്മൾ ഹും കണ്ടിരിക്കണം എന്നുള്ള കാര്യം ആലോചിക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കത്താനുള്ളത്. യെസ്, കത്തിയിട്ടുണ്ട്, സെറ്റാണ്. ഇനി അടുത്ത ആളാരാണ്? തുമ്മിന്റെ കൂടെ ഹോയാണ് വരിക എന്നുള്ളത്. മേന്റെ കൂടെ ഹുമ്മാണ് വരിക. ഗേൾസിനും ബോയ്സിനും വേറെ വേറെ നിയമമാണ്. ഓക്കെ, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. ഇനി തുമ്മിന്റെ കൂടെ എപ്പോഴും ഹോയായിരിക്കും. പ്രസന്റ് ടെൻസിൽ നമ്മൾ തുമ്മ വെച്ചിട്ട് ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അവസാനിപ്പിക്കേണ്ടത് ഹുമ്മ് വെച്ചിട്ടാണോ? അല്ല. ഹേ വെച്ചിട്ടാണോ? അല്ല. ഹോ വെച്ചിട്ടാണ്. എന്താണ്? ഹോ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം ആലോചിക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം അല്ലെ? നോക്കിക്കേ, തും സ്നേഹാഹും. എന്താണ്? യു ആർ സ്നേഹ, നീ സ്നേഹയാണ്. യു എന്ന് പറയുന്നത് എന്താണ്? തും എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ എന്നുള്ള അർത്ഥമാണ് അല്ലെ? നിങ്ങൾ സ്നേഹയാണ്. നിങ്ങൾ സ്നേഹയാണ്. അതെ, ഞാൻ സ്നേഹയാണ് അല്ലെ? തും സുന്ദർ ഹോ, നിങ്ങൾ എന്താണ്? സുന്ദരിയാണ്. നിങ്ങൾ എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് തും സുന്ദർ ഹോ എന്ന് നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ സാധാരണ ഒരു സെന്റൻസിൽ തുമ്മ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഹോ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം മക്കൾ മൈൻഡിൽ ആലോചിക്കുക. ഇതാലോചിക്കുക. ഇനി അടുത്തത് വേർബ് അല്ലെങ്കിൽ ക്രിയ വരികയാണെങ്കിൽ ഈ തുമ്മിന് എന്ത് മാറ്റം വരും എന്നുള്ളതാണ് അല്ലേ? നോക്കിക്കേ, നമ്മുടെ മേടെ അതേപോലെ തന്നെയുള്ള നിയമങ്ങൾ നമ്മുടെ തുമ്മിനുണ്ട് അല്ലേ? നോക്കിക്കേ, തും സ്കൂൾ ജാത്തേ ഹോ. എന്താ പറയുന്നത്? നിങ്ങൾ സ്കൂൾ ജാത്തേ ഹോ, സ്കൂളിൽ പോവുകയാണ് എന്ന് പറയുന്നത് അല്ലേ? അതിൽ തുമ്മാണ് എന്ത്? സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്കൂളാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ജാത്തേ ഹോ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ വേർബ് അല്ലേ? അപ്പൊ വേർബ് വന്നിട്ടുണ്ട് സെന്റൻസിൽ, തുമ്മു വെച്ചിട്ടാണ് തുടങ്ങിയത്. പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? ജാത്തേ ഹോ. അപ്പൊ എന്ത് മാറ്റം മക്കൾ ഇവിടെ കണ്ടേ? നോക്കിക്കേ, ജാ തേ ഹോ അല്ലേ? തേ ഹോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന ആ ശബ്ദം പ്ലസ് ഹോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തുമ്മിന്റെ കൂടെ ഹോയാണ് വരിക എന്ന് ഞങ്ങൾക്ക് അറിയാം. വേർബ് വരികയാണെങ്കിൽ എ എന്ന് പറയുന്ന ചിഹ്നം പ്ലസ് ഹോയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് മക്കൾ ആലോചിക്കുക. അതായത് ജാത്താ ഹോ വരോ? ഇല്ല. ജാത്തി ഹോ വരോ? ഇല്ല. ജാത്തേ ഹോ തേ ഹോ മാത്രമേ വരുള്ളൂ എന്നുള്ള കാര്യം മക്കൾ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഇനി മിസ് എക്സാമ്പിളുകൾ പറയാൻ നോക്കിക്കേ. ഇനി തും സോ രഹേ ഹോ എന്നാണ് വരിക. രഹി വരില്ല, രഹ വരില്ല, രഹേ ഹോ എന്ന് മാത്രമേ വരുള്ളൂ. ഇനി ചൽത്താ ഹോ എന്നാണോ വരിക? അല്ലല്ലേ. എന്താണ് വരിക? ചൽത്തേ ഹോ എന്നാണ്. ചൽത്തേ ഹോ എന്ന് വെച്ചാൽ എന്താണ്? തും സോ രഹേ ഹോ, നിങ്ങൾ ഉറങ്ങുകയാണ്. ഇനി തും ചൽത്തേ ഹോ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ നടക്കുകയാണ്. യെസ്, അപ്പോൾ തുമ്മ എന്ന് വെച്ച് പറഞ്ഞുള്ള സെന്റൻസ് തുമ്മിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അവസാനിക്കുക തേ എ എന്ന് പറയുന്ന ശബ്ദം പ്ലസ് ഹോയാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഹാ വരില്ല, ഹീ വരില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ നിയമങ്ങളില്ല. എന്താണ്? ഒറ്റ നിയമമേ ഉള്ളൂ, എ എന്ന് പറയുന്ന ചിഹ്നം പ്ലസ് ഹോ. ഇത് മക്കൾ ആലോചിക്കുക. അപ്പൊ നമുക്ക് കത്തിയ കാര്യം എന്താണ്? തുമ്മ വെച്ച് സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എന്തോ ആവട്ടെ, നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അവസാനിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന ചിഹ്നം പ്ലസ് ഹോയിലാണ് എന്നുള്ള കാര്യം മക്കൾ ആലോചിക്കുക. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേ എന്ന് വെച്ചാൽ ഹുമ്മിലാണ് അവസാനിപ്പിക്കുക, തും എന്ന് വെച്ചാൽ ഹോയിലാണ് അവസാനിപ്പിക്കുക. വേർബ് അല്ലെങ്കിൽ ക്രിയ സെന്റൻസിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാ നിയമങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ഇത് നല്ല കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു വെക്കണം. നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം മിസ് ഒരു ഹോംവർക്ക് തരുന്നുണ്ട്. ഇത് മക്കളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആരൊക്കെ ശരിയാക്കുന്നു നമുക്ക് നോക്കാം അല്ലേ? ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കണ്ടന്റുമായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.